What is the role of the SC and ST commissions in the upliftment of these communities, and what are the important laws protecting them? ഇന്ന് നമ്മൾ ക്ലാസ് 9 ഹിസ്റ്ററിയിലെ SC-ST കമ്മീഷനുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റീസിനെ ഡിസ്ക്രിമിനേഷനിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ കമ്മീഷനുകൾ ഫോം ചെയ്തത്. ഇവരെ സൊസൈറ്റിയുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. അതോടൊപ്പം അവരുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റീസും ഐഡന്റിറ്റീസും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇവർ ശ്രമിക്കുന്നു. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് 2004 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓരോ കമ്മീഷനിലും ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, മറ്റു 3 മെമ്പേഴ്സ് എന്നിവരുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഈ കമ്മീഷൻ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരുടെ ടെന്യൂർ അല്ലെങ്കിൽ കാലാവധി 3 വർഷമാണ്. ഇനി ഈ കമ്മീഷന്റെ കോർ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. SC-ST വിഭാഗങ്ങൾക്ക് നേരെയുള്ള അട്രോസിറ്റി സംബന്ധിച്ച കംപ്ലയിന്റ്സ് എൻക്വയറി ചെയ്യുക എന്നതാണ് പ്രധാന ഡ്യൂട്ടി. ഇവരുടെ വെൽഫെയറിനു വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഇവർ ഇവാലുവേറ്റ് ചെയ്യും. ഈ വിഭാഗങ്ങളുടെ വെൽഫെയറിനും ഗ്രോത്തിനും വേണ്ടിയുള്ള എഫേർട്സ് കോർഡിനേറ്റ് ചെയ്യുന്നതും ഇവരാണ്. ഇവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് സോൾവ് ചെയ്യാനുള്ള സജഷൻസ് ഗവൺമെന്റിന് റിപ്പോർട്ടായി സബ്മിറ്റ് ചെയ്യും. ഇനി ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന SC-ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിനെക്കുറിച്ച് പറയാം. ഈ കമ്മ്യൂണിറ്റീസിനെതിരെയുള്ള ക്രൈംസ് പ്രിവെന്റ് ചെയ്യാൻ 1989 ഈ ആക്ട് വന്നത്. ഇത്തരം ക്രൈംസ് ഹാൻഡിൽ ചെയ്യാൻ സ്പെഷ്യൽ കോർട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഈ ആക്ട് ഹെൽപ്പ് ചെയ്യുന്നു. വിക്ടിംസ് ആയ ആളുകളുടെ വെൽബീയിങ് ആൻഡ് റീഹാബിലിറ്റേഷനു വേണ്ടിയുള്ള സ്റ്റെപ്സും ഇതിലുണ്ട്. കുറ്റക്കാർക്കുള്ള സ്ട്രിക്റ്റ് പണിഷ്മെന്റ്സും ഈ ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നാഷണൽ ലെവലിൽ എന്ന പോലെ സ്റ്റേറ്റ് ലെവലിലും SC-ST കമ്മീഷൻ ഉണ്ട്. ഇതിൽ ഒരു ചെയർപേഴ്സണും മറ്റു 2 മെമ്പേഴ്സുമാണുള്ളത്. സ്റ്റേറ്റ് ഗവർണറാണ് 3 വർഷത്തെ ടേമിലേക്ക് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. റൈറ്റ്സ് വയലേഷൻസ് എൻക്വയറി ചെയ്ത് ഫർദർ ആക്ഷന് റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. ഇവരുടെ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്ത് പ്രോഗ്രസ് ഉറപ്പാക്കാനും ഇവർ റെക്കമെൻഡേഷൻസ് നൽകും. ഹിസ്റ്റോറിക്കലി മാർജിനലൈസ്ഡ് ആയ സെക്ഷൻസിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുമ്പോൾ മാത്രമേ ഡെമോക്രസി കംപ്ലീറ്റ് ആകൂ. ഇവരുടെ ട്രഡീഷണൽ നോളജും കൾച്ചറും ഒറിജിനൽ ഫോമിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാൻ ഈ കമ്മീഷനുകളുടെ ആക്ടിവിറ്റീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് വീഡിയോ വുഡ് യു ലൈക്ക് us to next? Give your suggestions in comments. Online for all of Kerala, offline for Palakkad. Join us today.